ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. സീഷെൽസിന് $175 ദശലക്ഷം പാക്കേജ് പ്രഖ്യാപിച്ച് ഇന്ത്യ. പരസ്പര വിശ്വാസം, ബഹുമാനം, ജനാധിപത്യം, ബഹുസ്വരത എന്നീ മൂല്യങ്ങളാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ആധാരമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സമാധാനവും സ്ഥിരതയും കൈവരിക്കുന്നതിനായി ഇന്ത്യയും മൌറീഷ്യസും സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗൂലവുമായി ശ്രീ നരേന്ദ്രമോദി ടെലിഫോൺ സംഭാഷണം നടത്തി. സൈബർ തട്ടിപ്പുകളിലെ കൈകാര്യവും നിർമ്മാർജ്ജനവും എന്ന വിഷയത്തിലെ ദേശീയ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉദ്ഘാടനം ചെയ്യും. ദേശീയ താൽപര്യവും കർഷകരുടെ താൽപര്യങ്ങളും പൂർണ്ണമായും സംരക്ഷിക്കുന്ന മികച്ച കരാറാണ് ഇന്ത്യ-US വ്യാപാര കരാറെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിലെ ആദ്യത്തെ സമഗ്ര അന്താരാഷ്ട്ര വിദ്യാലയമായ കണ്ണൂർ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയുമായുള്ള മത്സരം ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറി പാകിസ്ഥാൻ. വാർത്തകൾ വിശദമായി. പരസ്പര വിശ്വാസം, ബഹുമാനം, ജനാധിപത്യം, ബഹുസ്വരത എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യ സീഷെൽസ് ബന്ധം നിലകൊള്ളുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുടെ ബഹുമാനാർത്ഥം രാഷ്ട്രപതി ഭവനിൽ സംഘടിപ്പിച്ച വിരുന്നിൽ സംസാരിക്കവെയാണ് ശ്രീമതി ദ്രൌപദി മുർമു ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തിരമാലകളും സാംസ്കാരിക ബന്ധങ്ങളും രണ്ട് രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. സീഷെൽസ് സ്വാതന്ത്ര്യത്തിന്റെയും ഇന്ത്യ സീഷെൽസ് നയതന്ത്ര ബന്ധത്തിന്റെയും 50ാം വാർഷികം ആഘോഷിക്കുന്ന വർഷമാണിതെന്ന് ശ്രീമതി ദ്രൌപദി മുർമു പറഞ്ഞു. ഇന്ത്യ മുന്നോട്ടുവയ്ക്കുന്ന മഹാസാഗർ ദർശനത്തിന് കീഴിൽ സീഷെൽസിന്റെ വികസന, സുരക്ഷാ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇന്ത്യ സദാ സന്നദ്ധമാണെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. ദ്വീപ് രാഷ്ട്രമായ സീഷെൽസിന് $175 ദശലക്ഷം പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ച് ഇന്ത്യ. ന്യൂഡൽഹിയിൽ സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രഖ്യാപനം നടത്തിയത്. ഭവന നിർമ്മാണം, മൊബിലിറ്റി, തൊഴിലധിഷ്ഠിത പരിശീലനം, ആരോഗ്യം, പ്രതിരോധം, സമുദ്ര സുരക്ഷ എന്നിവയ്ക്ക് പാക്കേജ് പിന്തുണ പകരുമെന്ന് ശ്രീ മോദി വ്യക്തമാക്കി. ഇന്ത്യയുടെ മഹാസാഗർ ദർശനത്തിൽ സീഷെൽസിന് പ്രത്യേക സ്ഥാനമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആരോഗ്യം, IT തുടങ്ങി വിവിധ മേഖലകളിലായി 7 ധാരണാപത്രങ്ങളിലും ഇന്ത്യയും സീഷെൽസും ഒപ്പുവച്ചു. മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗൂലവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോൺ സംഭാഷണം നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ജനകേന്ദ്രീകൃതമായ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ചതായി ശ്രീ മോദി സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. പരസ്പര സഹകരണത്തിലെ പുരോഗതിയും ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സമാധാനവും സ്ഥിരതയും കൈവരിക്കുന്നതിനായി ഇന്ത്യയും മൌറീഷ്യസും സഹകരിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സൈബർ തട്ടിപ്പുകളുടെ കൈകാര്യവും നിർമ്മാർജ്ജനവും എന്ന വിഷയത്തിലെ ദേശീയ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ മുഖ്യപ്രഭാഷണം നടത്തും. വിശദാംശങ്ങളിലേക്ക്. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററുമായി സഹകരിച്ച് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനാണ് 2 ദിവസത്തെ ദേശീയ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. രാജ്യത്തെ സൈബർ അധിഷ്ഠിത തട്ടിപ്പിന്റെ വ്യാപ്തി, പ്രവണതകൾ എന്നിവയെക്കുറിച്ചുള്ള പൊതുധാരണ വളർത്തിയെടുക്കുകയാണ് സമ്മേളനത്തിന്റെ പ്രാഥമിക ലക്ഷ്യം. സൈബർ തട്ടിപ്പിന്റെ സാമ്പത്തിക ഘടകം, ടെലികോം ഘടകം, മാനുഷിക ഘടകം എന്നിവ പരിശോധിക്കുക, നിയമപാലകർ, ബാങ്കുകൾ, ടെലികോം ദാതാക്കൾ, റെഗുലേറ്റർമാർ, സാങ്കേതിക പ്ലാറ്റ്ഫോമുകൾ എന്നിവയ്ക്കിടയിലും ഏജൻസികൾക്കിടയിലും സഹകരണവും പൊതു-സ്വകാര്യ പങ്കാളിത്തവും ശക്തിപ്പെടുത്തുക, പരിമിതമായ മനുഷ്യ വിഭവശേഷി ഉപയോഗിച്ച് അന്വേഷണങ്ങൾ വിപുലമാക്കുകയും നിർമ്മിത ബുദ്ധിയുടെയും ഡാറ്റ അനലിറ്റിക്സിന്റെയും ഉപയോഗം പര്യവേഷണം ചെയ്യുക, തട്ടിപ്പുകളുടെ വേഗത്തിലുള്ള റിപ്പോർട്ടിംഗ്, സമയബന്ധിതമായ തെളിവ് സംരക്ഷണം, ഇരകൾക്ക് മികച്ച സംരക്ഷണം എന്നിവയ്ക്കുള്ള സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക തുടങ്ങിയവയും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഡിജിറ്റൽ തട്ടിപ്പ് കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് കരട് മാർഗരേഖ തയ്യാറാക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നിർദ്ദേശം. 54,000 കോടിയിലധികം രൂപയുടെ ഡിജിറ്റൽ തട്ടിപ്പ് യഥാർത്ഥത്തിൽ കൊള്ളയാണെന്ന് നിരീക്ഷിച്ച കോടതി ഇത്തരം സംഭവങ്ങളിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. സൈബർ തട്ടിപ്പ് തടയുന്നതിന് ബാങ്കുകൾ പ്രധാന പങ്ക് വഹിക്കണമെന്നും കോടതി അറിയിച്ചു.
2026-27 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് സംബന്ധിച്ച ചർച്ച പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും തുടരും. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ ബഹളം രൂക്ഷമായതോടെ നടപടികൾ തടസ്സപ്പെട്ട് ലോക്സഭ ഇന്നലെ പിരിയുകയായിരുന്നു. ഇന്നലെ രാജ്യസഭയിൽ കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ച നടന്നിരുന്നു. ദേശീയ താൽപര്യം മുൻനിർത്തിയുള്ള ഏറ്റവും മികച്ച കരാറാണ് ഇന്ത്യ-US വ്യാപാര കരാറെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കർഷകരുടെ താൽപര്യങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കപ്പെടുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. കർഷകരുടെയും വനിതകളുടെയും യുവാക്കളുടെയും സ്വപ്നങ്ങൾക്ക് കരാർ ചിറകുകൾ നൽകുകയും പുരോഗതിയുടെ പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുമെന്നും മധുരയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെ അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പശ്ചിമബംഗാളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തടസ്സരഹിതമായി തുടരണമെന്നും രേഖകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്കുള്ള സമയപരിധി ഒരാഴ്ച കൂടി നീട്ടണമെന്നും സുപ്രീംകോടതി. SIR പ്രക്രിയയെ തടസ്സപ്പെടുത്താൻ അനുവദിക്കില്ലെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് വ്യക്തമാക്കി. മൈക്രോ ഒബ്സർവർമാരായി നിയമിക്കേണ്ട 8505 ഗ്രൂപ്പ് ബി ഓഫീസർമാരുടെ പേരുകൾ ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ സമർപ്പിക്കാനും കോടതി സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചു. വികസിത ഭാരതവും കാർബൺ ബഹിർഗമന നിയന്ത്രണവും ലക്ഷ്യമിട്ടുള്ള 3 പഠന റിപ്പോർട്ടുകൾ നിതി ആയോഗ് ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. വികസിത ഭാരതം സാക്ഷാത്കരിക്കുന്നതിൽ ഇവ നിർണായക പങ്ക് വഹിക്കുമെന്ന് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ഡോക്ടർ വി അനന്ത നാഗേശ്വരൻ പറഞ്ഞു. In the launching of the report on Net Zero 2070 for India and what it entails in terms of planning in different sectors, it is a benchmark and it will be the reference or starting point for future discussions with respect to India's own journey towards net zero and Viksit Bharat. And this report therefore is a very, very big milestone in charting out India's path up to 2047 and then beyond to 2070 in terms of net zero. ഹരിത സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി വികസിത സമ്പദ് വ്യവസ്ഥയായി ഉയർന്നുവരാനുള്ള ഇന്ത്യയുടെ സാധ്യതകൾ നിതി ആയോഗ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ BVR സുബ്രഹ്മണ്യം ചടങ്ങിൽ വിശദീകരിച്ചു. കേരളത്തിലെ ആദ്യ സമഗ്ര അന്താരാഷ്ട്ര വിദ്യാലയമായ കണ്ണൂർ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. MP, MLA ഫണ്ടുകൾക്കു പുറമെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ CSR ഫണ്ടുകൾ കൂടി ഉപയോഗപ്പെടുത്തി 60 കോടി രൂപ ചെലവഴിച്ചാണ് സ്കൂൾ നവീകരിച്ചത്. നൂതന മാതൃകയിലുള്ള ലാബുകളും അഡ്വാൻസ് സയൻസ് റോബോട്ടിക്സ് ലാബും മുദ്ര പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചിട്ടുണ്ട്. 100 കിലോവാട്ട് ശേഷിയുള്ള സൌരോർജ്ജ പ്ലാന്റ് സ്ഥാപിച്ചതിലൂടെ കേരളത്തിലെ വിദ്യാലയങ്ങളിലെ ഏറ്റവും വലിയ സൌരോർജ്ജ പ്ലാന്റായി മുണ്ടേരി സ്കൂളിലെ പ്ലാന്റ് മാറി. നെല്ലിനും ഗോതമ്പിനും നൽകുന്ന MSP ബോണസ് നിർത്തലാക്കുന്നതിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കത്ത് നൽകി. മിച്ച ഉൽപാദനം, അധിക സ്റ്റോക്കുകൾ, ഭൂഗർഭജല ശോഷണം എന്നിവ കേരളത്തിലെ കാർഷിക യാഥാർത്ഥ്യങ്ങൾക്ക് ബാധകമല്ല. സംസ്ഥാനത്തെ കാർഷിക, പാരിസ്ഥിതിക, ഭക്ഷ്യസുരക്ഷാ പരിഗണനകൾ മുൻനിർത്തി കേരളത്തിന്റെ വിഷയം പ്രത്യേകം പരിഗണിക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കേന്ദ്ര ധനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. ആലപ്പുഴ അമ്പലപ്പുഴ റെയിൽപാത ഇരട്ടിപ്പിക്കാൻ റെയിൽവേ 324.16 കോടി രൂപ അനുവദിച്ചു. ആലപ്പുഴ വഴിയുള്ള പാതയിൽ ഇരട്ടിപ്പിക്കൽ ബാക്കിയായ 46 കിലോമീറ്ററിൽ 12.66 കിലോമീറ്ററിനുള്ള തുകയാണ് അനുവദിച്ചത്. 2020 ക്രിക്കറ്റ് ലോകകപ്പിലെ ഗ്ലാമർ പോരാട്ടമായ ഇന്ത്യ-പാകിസ്ഥാൻ മത്സരം സ്ഥിരീകരിച്ച് ICC. ഇന്ത്യയുമായുള്ള മത്സരം ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ പാകിസ്ഥാൻ തീരുമാനിച്ചു. ഇന്ത്യയ്ക്കെതിരായ മത്സരത്തിന് പാകിസ്ഥാൻ സർക്കാർ അനുമതി നൽകുകയായിരുന്നു. ICC T20 പുരുഷ ക്രിക്കറ്റിൽ നെതർലാൻഡ്സ് ഇന്ന് നമീബിയയെ നേരിടും. രാവിലെ 11 മണിക്ക് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. സീഷെൽസിന് $175 ദശലക്ഷം പാക്കേജ് പ്രഖ്യാപിച്ച് ഇന്ത്യ. പരസ്പര വിശ്വാസം, ബഹുമാനം, ജനാധിപത്യം, ബഹുസ്വരത എന്നീ മൂല്യങ്ങളാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ആധാരമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സമാധാനവും സ്ഥിരതയും കൈവരിക്കുന്നതിനായി ഇന്ത്യയും മൌറീഷ്യസും സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗൂലവുമായി ശ്രീ നരേന്ദ്രമോദി ടെലിഫോൺ സംഭാഷണം നടത്തി. സൈബർ തട്ടിപ്പുകളുടെ കൈകാര്യവും നിർമ്മാർജ്ജനവും എന്ന വിഷയത്തിലെ ദേശീയ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉദ്ഘാടനം ചെയ്യും.
ദേശീയ താൽപര്യവും കർഷകരുടെ താൽപര്യങ്ങളും പൂർണ്ണമായും സംരക്ഷിക്കുന്ന മികച്ച കരാറാണ് ഇന്ത്യ-US വ്യാപാര കരാറെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിലെ ആദ്യത്തെ സമഗ്ര അന്താരാഷ്ട്ര വിദ്യാലയമായ കണ്ണൂർ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയുമായുള്ള മത്സരം ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറി പാകിസ്ഥാൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.